ഫ്രണ്ട്സ്, ഹായ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രിഗണോമെട്രി തന്നെയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്, അതായത് ഉന്നതിയും ദൂരവും. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മേൽക്കോൺ, കീഴ്ക്കോൺ. അതായത് മേൽക്കോണെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും, കീഴ്ക്കോണെ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. അതായത് മേൽക്കോൺ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ മുകളിലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വീക്ഷിക്കുമ്പോൾ, അതായത് ഒരു കുന്നിൻ്റെ മുകളിലുള്ള മരം കാണുന്നു, അല്ലെങ്കിൽ ഒരു ടവറിൻ്റെ മുകളറ്റം കാണുന്നു, അതായത് മുകളിലോട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രോബ്ലത്തിലാണ് നമ്മൾ മേൽക്കോൺ ഉപയോഗിക്കുന്നത്. ഇനി കീഴ്ക്കോൺ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള തടാകത്തിലെ ബോട്ട് കാണുന്നു, അല്ലെങ്കിൽ താഴെയുള്ള ഒരു കുട്ടിയെ കാണുന്നു, അങ്ങനത്തെയുള്ള കേസൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കീഴ്ക്കോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലും മനസ്സിലാവും. ഇതിലെ പ്രോബ്ലംസ് എല്ലാം വളരെ ലെങ്തിയാണ്. അപ്പോൾ പൊതുവേ ഇതിലെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ചില പ്രോബ്ലംസിന് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ രീതിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ചോദ്യം ഇത്തരത്തിലാണെങ്കിൽ, അതായത് റോഡിന് ഇരുവശങ്ങളിലും ഒരേ ഉയരത്തിൽ, അതായത് എക്സ് അകലത്തിൽ നിൽക്കുന്ന രണ്ട് തൂണുകളിൽ നിന്നും റോഡിലെ പി എന്ന ബിന്ദുവിലേക്കുള്ള കീഴ്ക്കോണുകളാണ് θ1 θ2 എങ്കിൽ അതിന് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. തൂണുകളുടെ ഉയരം എന്ന് പറയുന്നത്, ഇവിടെ ഏതൊക്കെ തൂണുകൾ വരിക? എ ബിയും സി ഡിയും. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഒരേ ഉയരമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൂണുകളുടെ ഉയരം എന്തായിരിക്കും? എക്സ് ഇൻറ്റു ടാൻ θ1 ഇൻറ്റു ടാൻ θ2 ഡിവൈഡഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഓക്കെ, ഇനി ബിയിൽ നിന്ന് പിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എക്സ് ടാൻ θ2 ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഇനി തിരിച്ച് ഡിയിൽ നിന്ന് പിയിലേക്കുള്ള ആയിരിക്കും എക്സ് ടാൻ θ1 ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഓക്കെ, നമുക്കത് വെച്ചൊരു പ്രോബ്ലം നോക്കാം. റോഡിന് ഇരുവശങ്ങളിലും 120 മീറ്റർ അകലെ നിൽക്കുന്ന രണ്ട് തൂണുകൾ ഒരേ ഉയരത്തിലുള്ളവയാണ്. റോഡിലെ പി എന്ന ബിന്ദുവിലേക്ക് തൂണുകളുടെ മുകളിൽ നിന്നുമുള്ള കീഴ്ക്കോണുകൾ 60 ഡിഗ്രി 30 ഡിഗ്രി എന്നിവയാണ്. തൂണുകളുടെ ഉയരം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു. എക്സ് ടാൻ θ1 ടാൻ θ2 ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2 അല്ലേ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിത്രീകരിച്ചു ചിത്രം. ഈ തൂണുകളുടെ ഉയരത്തിന് നമ്മൾ എച്ച് എന്ന് കൊടുത്തു. ആംഗിളുകൾ ഏതൊക്കെയായിരുന്നു? 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. പിന്നെ ഈ രണ്ട് തൂണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 120. ഇതൊക്കെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? എക്സ് എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ 120 ഇൻറ്റു ടാൻ 60 ഇൻറ്റു ടാൻ 30 ബൈ ടാൻ 60 പ്ലസ് ടാൻ 30. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളിത് ചെയ്യുമ്പോൾ എന്ത് ആൻസർ കിട്ടും? 30√3 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു എളുപ്പവഴി നോക്കാം. ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും എക്സ് അകലത്തിൽ നിൽക്കുന്ന രണ്ട് കപ്പലുകളിലേക്ക് θ1 ഡിഗ്രി θ2 ഡിഗ്രി എന്നീ കീഴ്ക്കോണുകളിൽ വീക്ഷിക്കുന്നു എങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ടാൻ θ1 ഇൻറ്റു ടാൻ θ2 ഡിവൈഡഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഓക്കെ, അപ്പോൾ ഇത് വെച്ചൊരു പ്രോബ്ലം നോക്കാം. ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും കടലിൽ നിൽക്കുന്ന രണ്ട് കപ്പലുകൾ 45 ഡിഗ്രി 30 ഡിഗ്രി കീഴ്ക്കോണിൽ വീക്ഷിക്കുന്നു. കപ്പലുകൾ തമ്മിൽ 120 മീറ്റർ അകലത്തിലായാൽ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ θ1 θ2 എന്ന് പറയുന്നത് 30 45 ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം ലൈറ്റ് ഹൗസിൻ്റെ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ടാൻ θ1 ഇൻറ്റു ടാൻ θ2 ഡിവൈഡഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഇവിടെ θ1 30 ആയിട്ടും θ2 45 ആയിട്ടും എടുക്കുക. എക്സ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 120. എല്ലാം ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമ്മൾ ചെയ്ത് വരുമ്പോൾ ആൻസർ 120 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ. ലോ ഓഫ് സൈൻ, അതുപോലെ തന്നെ ലോ ഓഫ് കൊസൈൻ, ലോ ഓഫ് ടാൻ ഒക്കെയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ലോ ഓഫ് സൈൻ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ വശങ്ങളാണ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലോ ഓഫ് സൈൻ പറയുന്നത് എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ സി. ഈ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം സൈഡിനെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ആംഗിൾസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി
ഇതിനെ ലോ ഓഫ് സൈൻ വേറൊരു രീതിക്കും പറയും. എങ്ങനെയാണ്? സൈൻ എ ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഇസ് ഈക്വൽ ടു സൈൻ സി ബൈ സി ഇസ് ഈക്വൽ ടു കെ. അടുത്തതാണ് ലോ ഓഫ് കൊസൈൻ. കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. അല്ലെങ്കിൽ നമുക്കിതിനെങ്ങനെ പറയാം? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. അതുപോലെ കോസ് ബിയോ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ca. അല്ലെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac ഇൻറ്റു കോസ് ബി. അതുപോലെ തന്നെ കോസ് സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. അല്ലെങ്കിൽ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു കോസ് സി. ഇതൊക്കെ ഒന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ലോ ഓഫ് സൈനും ലോ ഓഫ് കൊസൈൻസും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ലോ ഓഫ് ടാൻജൻറ്റ്. എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ മൈനസ് ബി ബൈ 2 ബൈ ടാൻ എ പ്ലസ് ബി ബൈ 2. ഇതൊക്കെ സൈഡ്സും ഇതൊക്കെ ആംഗിൾസും ആണ്, മറക്കരുത് അത്. അതുപോലെ തന്നെ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ടാൻ ബി മൈനസ് സി ബൈ 2 ബൈ ടാൻ ബി പ്ലസ് സി ബൈ 2. അതുപോലെ സി മൈനസ് എ ബൈ സി പ്ലസ് എ ഇസ് ഈക്വൽ ടു ടാൻ സി മൈനസ് എ ബൈ 2 ബൈ ടാൻ സി പ്ലസ് എ ബൈ 2. അടുത്തതാണ് പ്രൊജക്ഷൻ റൂള്. പ്രൊജക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വശങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി കോസ് സി പ്ലസ് സി കോസ് ബി. ബി ഇസ് ഈക്വൽ ടു സി കോസ് എ പ്ലസ് എ കോസ് സി. സി ഇസ് ഈക്വൽ ടു എ കോസ് ബി പ്ലസ് ബി കോസ് എ. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അടുത്തത് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ലൊക്കേഷൻ നമുക്കറിയാം. എ ബി സി എന്നാണ് ത്രികോണത്തിൻ്റെ സൈഡ് തന്നെങ്കിൽ അതിൻ്റെ പരപ്പളവ് കാണാനുള്ള ലൊക്കേഷൻ എന്താ? റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്താ? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അല്ലെങ്കിൽ നമുക്ക് പറയാം ചുറ്റളവിൻ്റെ പകുതി. ഇനി ഒരു ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം 6 എന്നെടുക്കുകയാണെങ്കിൽ 6 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 4 ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവിനെയാണ് എന്ത് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അന്തർവൃത്താരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്താണ്? സ്മോൾ ലെറ്റർ 6 അന്തർവൃത്തമാരായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അതിനെ ഡെൽറ്റ ബൈ എസ് വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 4r, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ പരിവൃത്താരമാണ് തന്നിരിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് കേട്ടോ. 4r സൈൻ എ ബൈ 2 സൈൻ ബി ബൈ 2 സൈൻ സി ബൈ 2. അടുത്തൊരു ഇക്വേഷൻ, പരിവൃത്ത കേന്ദ്രവും അന്തർവൃത്ത കേന്ദ്രവും തമ്മിലുള്ള ദൂരമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കേന്ദ്രങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് 2r. ഈ ആർ സ്മോൾ ലെറ്റർ കേട്ടോ. നമ്മളിപ്പോൾ കുറേ ഇക്വേഷൻസ് നോക്കി, ഇനി പ്രോബ്ലംസ് നോക്കാം. എ കോസ് എ ഇസ് ഈക്വൽ ടു ബി കോസ് ബി എങ്കിൽ ത്രികോണം ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലോ ഓഫ് കൊസൈൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ലോ ഓഫ് കൊസൈൻ വെച്ചിട്ട് കോസ് എയും കോസ് ബിയും എന്താണെന്ന് നമുക്കറിയാം. അതിവിടെ കൊടുത്തു. കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു പോയി. അതായത് ഇവിടെ സിയും 2 ഉണ്ട്, ഇവിടെ സിയും 2 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഈ ബീനെ ഇങ്ങോട്ടും ഈ എനെ ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കോമൺ ആയിട്ടുള്ള എ സ്ക്വയർ ബി സ്ക്വയർ വെട്ടിപ്പോവും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സി സ്ക്വയർ പുറത്തേക്ക് എടുക്കുന്നു, ബാക്കി എ റേസ് ടു 4നെയും ബി റേസ് ടു 4നെയും ഒരുമിച്ച് എഴുതുന്നു. ഇസ് ഈക്വൽ ടു 0. ഇത് 0 എന്ന കേസ് ഒരെണ്ണം എന്താ? എ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അല്ലാത്തൊരു ഓപ്ഷൻ എങ്ങനെ കിട്ടുക? ഇതിന് ഞാൻ വീണ്ടും ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇതിനെങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഓക്കെ, ഇതിലത്തെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും ഇതിലത്തെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടിയത്? സി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ ഏതാ? എ ഇസ് ഇക്വൽ ടു ബി അല്ലെങ്കിൽ സി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നോക്കിയപ്പോൾ പൈതഗോറസ് തിയറം പോലെ ഇല്ലേ? അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഇക്വൽ ടു കർണ സ്ക്വയർ, അതുപോലെ ഇല്ലേ? കൂടാതെ ഇതെന്ന് പറയുന്നത് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു മട്ടത്രികോണമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ത്രികോണം എ ബി സി എന്ന മട്ടത്രികോണത്തിൽ സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ സി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ത്രികോണം മട്ടത്രികോണമാണെങ്കിൽ എന്തായാലും ഒരു കോണം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം സി എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എടുത്തു? 90 ഡിഗ്രി ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ എന്ത് മാറ്റം സംഭവിച്ചു?
ഇതെന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി പ്ലസ് സൈൻ 90 എത്രയോ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ സി എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾസിൻ്റെ സമ്മ എന്തായിരിക്കും? 90 ആയിരിക്കും അല്ലേ? അപ്പോൾ എയും ബിയും കൂട്ടിയാൽ നമുക്ക് π/2 കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും? π/2 മൈനസ് എ ആയിരിക്കും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നൊരു ഫോർമുലയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ കിട്ടാനാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ബിക്ക് പകരം π/2 മൈനസ് എ എന്ന് ഇട്ടു. നമുക്കറിയാം സൈൻ π/2 മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എ ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? സൈൻ സ്ക്വയർ π/2 മൈനസ് എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ എന്ന് കിട്ടി. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2. അടുത്ത ക്വസ്റ്റ്യൻ, ത്രികോണം എ ബി സിയുടെ വശങ്ങൾ 3, 4, 5 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് എങ്കിൽ അന്തർവൃത്ത കേന്ദ്രവും പരിവൃത്ത കേന്ദ്രവും തമ്മിലുള്ള അകലം. അന്തർവൃത്ത കേന്ദ്രത്തിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. പരിവൃത്ത കേന്ദ്രത്തിന് തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അകലം എന്ന് പറയുന്നത് റൂട്ട് ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് 2r ആണ് ഇല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ പരിവൃത്ത ആരമാണ്. അതുപോലെ തന്നെ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അന്തർവൃത്ത ആരമാണ്. അപ്പോൾ രണ്ടും ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. വശങ്ങൾ 3, 4, 5. വശങ്ങൾ 3, 4, 5 ആണെങ്കിൽ അത് ഏത് തരം ത്രികോണമായിരിക്കും? അതൊരു മട്ടത്രികോണമായിരിക്കും. അതായത് മട്ടത്രികോണത്തിൻ്റെ പാദം 3ഉം ലംബം 4ഉം കർണം 5ഉമായിട്ട് വരുന്ന ഒരു മട്ടത്രികോണമായിരിക്കും ഇത്. പാദവും ലംബവും ഉണ്ടെങ്കിൽ നമുക്കൊരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? പരപ്പളവിനെ നമ്മളിവിടെ ഡെൽറ്റ എന്ന് ഡിനേറ്റ് ചെയ്യാണ്. അപ്പോൾ പരപ്പളവ് സമം എന്ത് വരും? 1/2 × 3 × 4 അല്ലേ? അതായത് 6 എന്ന് കിട്ടും. അപ്പോൾ പരപ്പളവ് സമം നമുക്ക് 6 എന്ന് കിട്ടി. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചുറ്റളവിൻ്റെ പകുതി. 3 + 4 + 5/2. ഇപ്പം എന്ത് കിട്ടി? 12/2 സമം 6 എന്ന് കിട്ടി. ഇനി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പരിവൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ABC/4 ഡെൽറ്റ അപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? നമുക്ക് 5/2 എന്ന് കിട്ടും. ഇനി സ്മോൾ ലെറ്റർ ആർ, അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ/s ആണ്. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് 6 ആണ്, എസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6/6 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമ്മൾ അകലം അപ്ലൈ ചെയ്യാണ്. അകലം സമം റൂട്ട് ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് 2r. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 5/2 ആണ്, സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? റൂട്ട് 5/2 എന്ന് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ആ രണ്ട് കേന്ദ്രവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് 5/2 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിൽ പരിവൃത്ത കേന്ദ്രവും അന്തർവൃത്ത കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധം എന്ന് പറയുന്നത് ക്യാപിറ്റൽ R/2 ആണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പരിവൃത്ത ആരവും അന്തർവൃത്ത ആരവും കൂടി വരുന്ന ഒരു ഇക്വേഷൻ ഏതായിരുന്നു? R = 4r sin a/2 sin b/2 sin c/2. ഇനി സമഭുജ ത്രികോണത്തിന്റെ കോണുകളുടെ പ്രത്യേകത എന്താ? എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. എയും ബിയും സിയും ഒക്കെ എന്ത് വരും? നമുക്ക് 60 ഡിഗ്രി എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 4r sin cube 30 എന്ന് കിട്ടും. അതായത് 60/2 എന്ന് പറയുന്നത് 30 ആണ്. ഇനി sin 30 എന്താ? 1/2 ആണ്. അതിലിട്ട് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? = ക്യാപിറ്റൽ R/2. അതായത് സ്മോൾ r = ക്യാപിറ്റൽ R/2. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ത്രികോണം എ ബി സിയിൽ A = 2, ആംഗിൾ B = 60 ഡിഗ്രി, ആംഗിൾ C = 75 ഡിഗ്രി ആയാൽ B എത്ര? അപ്പോൾ നമ്മൾ ലോസ് ഓഫ് സൈനിലെ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുകയാണ്. ഏതാ? A/sin A = B/sin B. അറിയാവുന്നതെല്ലാം ഇട്ട് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? B കിട്ടും. B എത്ര കിട്ടുക? റൂട്ട് 6. അതൊരു സ്പീഡിൽ എടുത്ത് പോകുന്നത് എന്താ വെച്ചാൽ ഇന്നത്തോടു കൂടി ട്രിഗണോമെട്രി കഴിഞ്ഞിട്ട് നാളെ ജിയോമെട്രി തുടങ്ങാനായിട്ടാണ്. അടുത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതായത് പ്രതിലോമ ത്രികോണമിതി ഫലനങ്ങൾ. നമ്മൾ ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലെ ഡൊമൈനും റേഞ്ചും എന്ത് വരുന്നെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. സൈൻ, കോസ്, ടാൻ, കോട്ട്, സീക്, കൊസിക് എന്നിവയുടെ എല്ലാം ഡൊമൈൻ എന്ത് വരുമെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. റേഞ്ച് എന്ത് വരുമെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക് ഇൻവേഴ്സ്, കൊസിക് ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് തന്നെയാണ് അതിൻ്റെ ഡൊമൈനായിട്ട് വരിക. ഓക്കെ, അപ്പോൾ സൈൻ എക്സിൻ്റെ റേഞ്ചാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനായിട്ട് വരിക. അതുപോലെ കോസ് എക്സിൻ്റെ റേഞ്ചാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനായിട്ട് വരിക. ഇത് ഇൻവേഴ്സിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ്. ഇതൊന്ന് നോക്കി വെച്ചോളൂ. ഇൻവേഴ്സിൽ നമുക്ക് കുറേ അധികം പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ആണ്.
കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ആണ്. ഓക്കെ, ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് 1/x ആണ്. അതുപോലെ എല്ലാത്തിൻ്റെ കേസിലൂട്ടോ. ഇനി സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോസിക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസിക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതൊക്കെ എഴുതി വെക്കുക. അതുപോലെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും π/2 ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസിക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും π/2 ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കി വെക്കാട്ടെ. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ചോദ്യം നോക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ 3/4ന് തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടാനിൻ്റെ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് വാല്യൂ ആണ്. ടാൻ പോസിറ്റീവ് എവിടേക്കാവുക? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ പൈ പ്ലസ് തീറ്റ ആയിരിക്കും എന്ത്? 3π/4. ഇതിൽ നിന്ന് തീറ്റ എന്ത് കിട്ടും? മൈനസ് π/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 പകരം നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് ടാൻ മൈനസ് π/4 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? മൈനസ് π/4 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്താ? എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ മൈനസ് π/4 എന്ത് കിട്ടും? മൈനസ് π/4. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. കോസ് ഇൻവേഴ്സ് കോസ് 7π/6ൻ്റെ തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ് ഏതിലേക്കാണ് പോസിറ്റീവ്? ഫസ്റ്റിലും ഫോർത്തിലും. ഫസ്റ്റിൽ തീറ്റ, ഫോർത്തിൽ 2π മൈനസ് തീറ്റ. അപ്പോൾ 7π/6 എന്ന് പറയുന്നത് 2π മൈനസ് തീറ്റ എന്ന് വിചാരിക്കാം. തീറ്റ എന്ത് കിട്ടും ചെയ്ത് വരുമ്പോൾ നമുക്ക് 5π/6 എന്ന് കിട്ടും. ഇതിൽ നിന്ന് കോസ് ഇൻവേഴ്സ് കോസ് 7π/6 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് 5π/6. അതായത് ഇതെന്ത് കിട്ടി നമുക്ക്? 5π/6. അതിന് തുല്യമായത് എന്താ? 5π/6. ഓക്കെ, ഈ ഭാഗത്ത് കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ബോറടിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഇടയ്ക്ക് പ്രോബ്ലംസ് ചെയ്യിക്കുന്നത്. ഇനി അടുത്തൊരു 3 ഇക്വേഷൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് സെഡ് ഇസ് ഈക്വൽ ടു π/2 ആയാൽ xy പ്ലസ് yz പ്ലസ് xz ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ എല്ലാത്തിൻ്റെയും നോക്കി വയ്ക്കുക. ഇവിടെ π/2 ആയാൽ ഇവിടെ പൈ ആയാൽ. ഓക്കെ, ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3 ഇസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ π/2 ആണോ പൈ ആണോ എന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ തേർഡ് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ എക്സിന് പകരം 1, വൈക്ക് പകരം 2, സെഡിന് പകരം 3 എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ടാൻ ഇൻവേഴ്സ് 0 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 അല്ലേ? ഇപ്പോൾ ടാനിൻ്റെ അല്ലേ നമ്മൾ നോക്കുന്നത്. അതുപോലെ സൈനിൻ്റെയും കോസിൻ്റെയും ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് സെഡ് ഇസ് ഈക്വൽ ടു π/2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x² പ്ലസ് y² പ്ലസ് z² പ്ലസ് 2xyz ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. അതുപോലെ ഇത് പൈ ആകുമ്പോൾ വരുന്ന കേസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോസിന് പൈ ആകുമ്പോൾ വരുന്നുണ്ട്. കോസിൻ്റെ കേസിൽ തന്നെ 3π വരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈൻ്റെ കേസിൽ 3π/2 വരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കി വയ്ക്കാം. അടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു തീറ്റ ആയാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എന്തായിരിക്കും? പൈ മൈനസ് തീറ്റ ആയിരിക്കും. തിരിച്ചും പറയാം. അതായത് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു തീറ്റ ആയാൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ ആയിരിക്കും. ഈ ഭാഗത്ത് നിന്ന് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി കുറേയൊക്കെ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തോടു കൂടി ട്രിഗണോമെട്രി കഴിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജിയോമെട്രി നോക്കാം കേട്ടോ.